ബോസ് ലൈവ് അപ്ഡേറ്റ്. അപ്പൊ ബിഗ് ബോസ് ഇന്ന് പണിപ്പുര തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളിന്നൊരു പ്രൊമോ കണ്ടല്ലോ. നമ്മുടെ പിന്നെ അനീഷിന്റെ നിൽക്കുന്നതിന്റെ ഫ്രണ്ടില് നിവിൻ വന്ന് നിൽക്കുന്നതിന്റെ പേരിൽ അനീഷ് അവിടെ ബഹളം വെക്കുന്നതായിട്ടൊരു പ്രൊമോ നമ്മൾ കണ്ടല്ലോ. അതിപ്പോ ലൈവിൽ നടന്നു കേട്ടോ. ആക്ച്വലി അനീഷ് ഇവിടെ വന്നതിന് ശേഷം ക്യാമറ ഇല്ല, സ്വന്തം വീടാണ്, ക്യാമറ എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഇപ്പൊ ക്യാമറ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ക്യാമറ അവിടെയാണ്, ക്യാമറ എനിക്ക് നോക്കണം, ക്യാമറ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അനീഷൊക്കെ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് ഒരു ക്യാമറ നിൽക്കണം. ആ ക്യാമറ ഇതുവരെ അനീഷ് കണ്ടിട്ടില്ലെന്നത്രേ. അപ്പം നിവിനോട് അനീഷ് പറയുന്നത്, നമ്മുടെ ഈ പണിപ്പുരയുടെ നേരെ നിൽക്കുന്ന ഒരു ക്യാമറയുണ്ട്, ആ ക്യാമറയിലാ നോക്കി താൻ നിൽക്കുന്നതിനും ആ ക്യാമറ തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് താൻ ഇതൊക്കെ പറയുന്നതെന്നും ഇപ്പുറത്തെ സൈഡിൽ ക്യാമറ നിൽക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത്. 70 നാളായി, ഇത്രയും നാളായിട്ട് ക്യാമറ കണ്ടില്ല, ക്യാമറ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാന്? കുറെ കള്ളത്തരം നമ്മുടെ ഈ അനീഷിന്റെ കയ്യിലിരിക്കുന്നത്. അനീഷ് പല കാര്യങ്ങൾ പറയുന്ന എല്ലാം പൊളിച്ച് വെളിയിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. അനീഷ് ക്യാമറ ഇല്ല, ഞാൻ ക്യാമറ കാണുന്നില്ല, ക്യാമറ ഫോക്കസ് ചെയ്തല്ല വന്നത്, എന്റെ സ്വന്തം വീട് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ടോട്ടലി അങ്ങ് മാറി മറിയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു ബാങ്ക് ജീവനക്കാരനെ അനീഷ് പറയുന്നത് താൻ എന്താണെന്നാണ്, കൃഷിക്കാരനാണെന്നാണ്. എന്താ ഒരു ബാങ്ക് ജീവനക്കാരനാണ് താനെന്ന് പറഞ്ഞാല്, ഒരു ബാങ്ക് ജീവനക്കാരൻ കോമണർ ആണ് താനെന്ന് പറഞ്ഞാൽ എന്താ അനീഷിന് എന്തോ പറ്റും? പക്ഷെ അനീഷ് പറയുന്നത് എന്തോന്ന് പറയും, താനൊരു കൃഷിക്കാരനാണ്, കൃഷിക്കാരൻ. അപ്പൊ എന്തോ ഒരു കൃഷിക്കാരൻ എന്നുള്ള കാർഡ് എടുത്ത് കളിക്കുന്നോ? ഒരു ബാങ്ക് ജീവനക്കാരനാണെന്നുള്ള കോമണറാണ് ഞാനെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ നല്ലതുപോലെ സാമ്പത്തികമായി നല്ല കഴിവുള്ള വീട്ടിൽ നിന്നാണ് അനീഷ് വന്നിരിക്കുന്നത്. ആ അനീഷ് ഇവിടെ വന്ന് ഞാനൊരു സാധാരണക്കാരനാണ്, സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഇത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അനീഷ് സാധാരണക്കാരനല്ല, അതിനേക്കാൾ സാധാരണക്കാരനായ എത്രയോ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ഇപ്പൊ ഇതിന് തന്നെ അപ്ലൈ ചെയ്തത്. അതിൽ എത്ര പേർക്ക് കിട്ടി? അനീഷ് ബാങ്ക് ജീവനക്കാരനാണ്, അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലുണ്ട്, ഒരു എഴുത്തുകാരനൊക്കെയാണ്. മനസ്സിലായോ? ചുമ്മാ കള്ളത്തരം പറഞ്ഞങ്ങ് നിൽക്കുകയാണ് അനീഷ്. താൻ സാധാരണക്കാരനാണ്, സാധാരണക്കാരനാണെന്നും പറഞ്ഞു.